ഖാനയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ഇത് പറഞ്ഞത്. അതായത് ഗ്ലോബൽ സൗത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി. ഗ്ലോബൽ സൗത്തിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ഒരു രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഇപ്പോഴത്തെ ധാർഷ്ട്യക്കാരനായിട്ടുള്ള പ്രസിഡന്റിന് ഒരു മറുപടിയായി ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വ്യാഖ്യാനിച്ചു. അത് സത്യവുമായിരുന്നു. കാരണം ട്രംപ് അമേരിക്കയുമായി ഇന്ത്യ ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടണമെന്നൊരു തിട്ടൂരം ഇറക്കിയിരുന്നു. അതിനായിരുന്നു നരേന്ദ്രമോദിയുടെ മറുപടി. എന്നാൽ ഇപ്പോൾ ട്രംപ് ഇറക്കിയിരിക്കുന്ന ഒരു തിട്ടൂരം എന്ന് പറയുന്നത് ബ്രിക്സ് രാജ്യങ്ങളുമായി, ബ്രിക്സിൻ്റെ തലവൻ ഇന്ത്യയാണ്, ആ ബ്രിക്സ് രാജ്യങ്ങളുമായി ചങ്ങാത്തം കൂടുന്ന അല്ലെങ്കിൽ സഹകരിക്കുന്ന സകല രാജ്യങ്ങൾക്കും 10% താരിഫ് ഞാൻ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു കോമാളി പീസായി മാറിയിരിക്കുകയാണ് ട്രംപ്. കാരണം ട്രംപിൻ്റെ ഈ വാക്കുകൾക്കൊന്നും ഇപ്പോൾ ലോകരാജ്യങ്ങൾ യാതൊരുവിധ വിലയും കൊടുക്കുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴിതാ നരേന്ദ്രമോദി വീണ്ടും ട്രംപിന് ഒരു മുന്നറിയിപ്പെന്നോണം ഒരു വാക്ക് പറഞ്ഞിരിക്കുകയാണ്. അതായത് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളും സംഘർഷങ്ങളും തടയുന്നതിൽ ആഗോള സ്ഥാപനങ്ങൾ പരാജയപ്പെട്ട സമയത്ത് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ ഘടനയിൽ സമഗ്രമായ പരിഷ്കരണത്തിൻ്റെ ആവശ്യകതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഊന്നി പറഞ്ഞിരിക്കുന്നത്. 21ാം നൂറ്റാണ്ടുകളിലെ തീരുമാനങ്ങൾ ആഗോള ദക്ഷിണേന്ത്യയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള ദക്ഷിണേന്ത്യ ഇല്ലാത്ത ആഗോള സ്ഥാപനങ്ങൾ ഒരു ശൃംഖലയില്ലാത്ത ഒരു സിം കാർഡ് പോലെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ സൗത്ത് ഇല്ലാത്ത ആഗോള സ്ഥാപനങ്ങളെല്ലാം തന്നെ നെറ്റ്വർക്ക് ഇല്ലാത്ത സിം കാർഡുകൾ പോലെയാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തെ ഏതെങ്കിലും ഒരു കമ്പനി ഇന്ത്യയിൽ വന്ന് അവരുടെ ഒരു നിക്ഷേപം തുടങ്ങുക എന്നുള്ളത് ഭാഗ്യമാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് ഒരു നിക്ഷേപം തുടങ്ങാതെ അവർ ഇന്ത്യയിൽ നിന്ന് അത് പിൻവലിച്ചു പോവുകയാണെങ്കിലോ മറ്റു ആരുടെയെങ്കിലും തിട്ടൂരങ്ങൾക്ക് വഴിപ്പെട്ട് അവർ ഇന്ത്യയിലേക്ക് വരാതിരിക്കുകയാണെങ്കിലോ ഇന്ത്യയിലേക്കുള്ള അവരുടെ പല കാര്യങ്ങളും ക്യാൻസൽ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം അവർക്കായിരിക്കും. കാരണം ഇന്ത്യ ഇപ്പോൾ 145 കോടി ജനങ്ങളുടെ ഒരു വലിയ മാർക്കറ്റാണ്. ടിക്ടോക്കൊക്കെ നിരോധിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. ഒറ്റ ദിവസം കൊണ്ട് 65,000 കോടി രൂപയാണ് ഇന്ത്യയിൽ നിരോധിച്ചതുകൊണ്ട് മാത്രം ടിക്ടോക്കിന് വന്ന ഭീമമായിട്ടുള്ള നഷ്ടമെന്ന് പറയുന്നത്. ടിക്ടോക്ക് അതിനുശേഷം ലോകരാജ്യങ്ങളിൽ പിന്നെ ക്ലച്ച് പിടിച്ചിട്ടില്ല. ഇൻസ്റ്റാഗ്രാമാണ് ലോകരാജ്യങ്ങളിൽ പിന്നീട് വലിയ തരംഗമായി മാറിയത് ടിക്ടോക്കിന് പകരം. പിന്നീട് ഗൂഗിൾ ഷോർട്സൊക്കെ, യൂട്യൂബ് ഷോർട്സൊക്കെ വന്നു. അതോടുകൂടി ടിക്ടോക്കിൻ്റെ കാലം അവസാനിച്ച മട്ടാണ്. ടിക്ടോക്കൊന്നും ഇപ്പോൾ പ്രസിദ്ധമേ അല്ല. അപ്പം അതേസമയം ഇന്ത്യയിൽ ടിക്ടോക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ടിക്ടോക്ക് ഇപ്പോൾ ചിലപ്പോൾ യൂട്യൂബിനെ പോലും വെട്ടി നമ്പർ 1 വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായി മാറിയേനെ എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് പബ്ജിയുടെയും കാര്യം. പബ്ജി എന്ന് പറയുന്ന ഗെയിം ഇന്ത്യയിൽ മോദി നിരോധിച്ചതിന് ശേഷം പബ്ജി തങ്ങളുടെ എല്ലാ ചൈനീസ് ബന്ധങ്ങളും ഉപേക്ഷിച്ച് ബാറ്റിൽ ഗ്രൗണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിൽ തിരിച്ച് ഇന്ത്യയിൽ റീലോഞ്ച് ചെയ്യുന്ന, ഇന്ത്യയിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ട്രംപിൻ്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന രാജ്യങ്ങൾ അവർക്ക് തന്നെയായിരിക്കും നഷ്ടം എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത്. റിയോ ഡി ജനീറോയിൽ നടന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദി ഇത് പറഞ്ഞത്. 20ാം നൂറ്റാണ്ടിൽ സൃഷ്ടിക്കപ്പെട്ട ആഗോള സ്ഥാപനങ്ങളിൽ ലോക ജനസംഖ്യയുടെ മുന്നിൽ 2 ഭാഗത്തിനും മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഗണ്യമായ സംഭാവനകൾ നൽകുന്ന രാജ്യങ്ങൾക്ക് തീരുമാനമെടുക്കൽ പട്ടികയിൽ ഇടം നൽകിയിട്ടില്ല എന്നും നരേന്ദ്രമോദി പറയുന്നുണ്ട്. മോദി ഇതിനെ പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നമായി മാത്രമല്ല ഈ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയുമായും ഫലപ്രാപ്തിയെക്കുറിച്ചും ബന്ധിപ്പിച്ച് പറയുകയാണ്. തൻ്റെ പോയിന്റ് എളുപ്പത്തിൽ വിശദീകരിച്ചുകൊണ്ട് ആഗോള ദക്ഷിണേന്ത്യ ഇല്ലാതെ ആഗോള സ്ഥാപനങ്ങൾ മൊബൈൽ ഫോണിൽ ഒരു സിം കാർഡ് ഉള്ളതുപോലെയാണ്, പക്ഷേ നെറ്റ്വർക്ക് ഇല്ലാത്തതുപോലെയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.